നമസ്കാരം. ഐസിസ് തീവ്രവാദ സംഘടനകൾ മറ്റ് പല രാജ്യങ്ങളിലും നിൽക്കക്കള്ളിയില്ലാതെ വന്ന സന്ദർഭത്തിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ഇതിൽ അവർ പ്രധാനമായും കണ്ടെടുത്ത രാജ്യങ്ങളൊക്കെ തന്നെ അവിടെ അസ്ഥിരത നിലനിൽക്കുന്ന, ഭരണ അസ്ഥിരതയുള്ള, ദാരിദ്ര്യമുള്ള, ജനങ്ങളും സർക്കാരും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ആഫ്രിക്കയിൽ അവർ ഇതിനായി കണ്ടെത്തിയത്. നൈജീരിയ എന്ന രാജ്യം ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പോലും, അതിൽ കേരളത്തിൽ നിന്നൊക്കെ തന്നെ ധാരാളം പേർ തൊഴിൽ തേടി പോകുമായിരുന്ന ഒരു രാജ്യമായിരുന്നു നൈജീരിയ. എന്നാൽ പിന്നീട് നൈജീരിയയിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ തങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന് കണ്ടെത്തിയാണ് ഈ ഐസിസ് തീവ്രവാദികൾ പിന്നീട് ആഫ്രിക്കയിലേക്ക്, പ്രത്യേകിച്ച് ഈ നൈജീരിയയിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിച്ചത്. അവിടെ ബോക്കോ ഹറാം തീവ്രവാദികളുണ്ട്, അതിൽ ഐസിസ് ഉണ്ട്. അങ്ങനെ വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ അവിടെ അക്രമങ്ങൾ വളരെ വ്യാപകമായി നടത്തുകയും ആളുകൾ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബോക്കോ ഹറാം തീവ്രവാദികൾ അവിടുത്തെ ഒരു സ്കൂൾ ആക്രമിച്ച് ഏതാണ്ട് 300ഓളം വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് ഇവരുടെ മോചനത്തിനായി ദീർഘകാലം സർക്കാരിന് അവരുമായി പോരാട്ടം നടത്തേണ്ടി വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവിടെ ഐസിസ് തീവ്രവാദികൾ നിരന്തരമായി വിദേശികൾക്ക് നേരെയും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെ ഈ സംഘടന നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നിട്ട് ഇതിനൊരു അന്ത്യം ആകുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം സിറിയയിലും അമേരിക്കൻ സൈനികർക്ക് നേരെ ഇവർ ആക്രമണം നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് അതിരൂക്ഷമായ ഒരു ആക്രമണം തന്നെയായിരുന്നു അമേരിക്കൻ സൈന്യത്തിൻ്റേത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേരിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. നൈജീരിയയിലെ ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിന് അമേരിക്ക ബാധ്യസ്ഥരാണ് എന്നും ഇതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അതിഭീകരമായ ആക്രമണം തങ്ങൾ നടത്തിയത് എന്നുമാണ്, അതിശക്തമായി ആഞ്ഞടിക്കുക തന്നെയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം ഇതിന് ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ ഐസിസ് കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പലതവണ ഈ തീവ്രവാദ സംഘടനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അവർ അതിന് വഴങ്ങാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നൈജീരിയൻ സർക്കാരുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു ആക്രമണം നടത്തിയത്. നൈജീരിയൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, അവരുടെ കൂടി അനുവാദം വാങ്ങിയതിന് ശേഷം തന്നെയാണ് ഈ അത്തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്ക നടത്തിയിട്ടുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ എക്കാലത്തും വലിയ തോതിലുള്ള ഭീഷണിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അവർക്കെതിരായ പോരാട്ടം തുടരുക തന്നെയാണ്. അത് ഗാസയിലെ ഹമാസ് ആണെങ്കിലും ലെബനനിലെ ഹിസ്ബുള്ള ആണെങ്കിലും അതിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് എല്ലാം എതിരെ അമേരിക്ക നടത്തുന്ന അതിശക്തമായ പോരാട്ടത്തിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിറിയയിൽ അമേരിക്ക അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്നാണ് അവരിതിന് പേരിട്ടിരുന്നത്. ഇവിടെയും അമേരിക്കൻ സൈനികർക്ക് നേരെ, ഇപ്പോൾ അവിടെ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം അമേരിക്കൻ സൈനികർ അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് നേരെയും നിരന്തരമായി ഈ തീവ്രവാദ സംഘടന ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക സിറിയയിലും ആക്രമണം നടത്തിയത്. പക്ഷേ സിറിയയിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ഒക്കെ തന്നെ എത്ര ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം ഇനിയും അമേരിക്ക പുറത്തുവിട്ടില്ല. കൃത്യമായി സാധാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളമായിട്ടാണ് നൈജീരിയയിൽ ഈ തീവ്രവാദ സംഘടന, ഐസിസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, അവിടുത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവരൊക്കെ തന്നെ ലക്ഷ്യമിടുന്നത് ആത്യന്തികമായി ക്രൈസ്തവ സമൂഹത്തെയാണെന്നാണ് ട്രംപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. നൈജീരിയയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടന്നത്. നൈജീരിയയിലെ വടക്കൻ മേഖലയിലൊക്കെ തന്നെ ഭൂരിപക്ഷം ജനസംഖ്യ മുസ്ലിങ്ങളായിരിക്കുമ്പോൾ തെക്കൻ നൈജീരിയയിൽ കൂടുതൽ പേരും ക്രൈസ്തവരാണ്. ഈ തെക്കൻ മേഖലയിലേക്കാണ് വടക്കൻ മേഖലയിൽ നിന്ന് ഇവർ നിരന്തരമായി അപ്രതീക്ഷിതമായി കടന്നു കയറി മാരകായുധങ്ങളുമായി എത്തിയ ആളുകളെ കൊല്ലുന്നതും തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ പതിവായൊരു സാഹചര്യത്തിലാണ്. അമേരിക്ക നേരത്തെയും പലതവണ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവർ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിശക്തമായ തോതിൽ അതിരൂക്ഷമായി തന്നെ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. നൈജീരിയ ഒരു കാലത്ത് എണ്ണ നിക്ഷേപം കൊണ്ട് ഏറെ സമൃദ്ധമായൊരു രാജ്യമായിരുന്നു. അന്ന് വളരെ സമ്പൽ സമൃദ്ധിയിലൊക്കെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപക്ഷെ വളരെയധികം സാമ്പത്തികമായി മുന്നോക്കം നിന്നിരുന്ന ഒരുപാട് വിദേശ തൊഴിലാളികളൊക്കെ തന്നെ ആകർഷിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു നൈജീരിയ. പക്ഷേ അവിടെ പിന്നീട് ഈ ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് മേൽ അനിയന്ത്രിതമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിന് തിരിച്ചടി അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇത്തരം തീവ്രവാദ സംഘങ്ങൾ അവിടെ തലപൊക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. സുഡാനിലെ കാര്യം നമുക്കറിയാം. സുഡാനിലും ഈ തീവ്രവാദ സംഘടനകൾ വളരെ രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടത്തിയും കൂട്ടക്കൊലകൾ, അതായത് ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊള്ളുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ
ഈ ഹമാസിന് വേണ്ടി വാദിക്കുന്നവർ പോലും സുഡാനിൽ നടക്കുന്ന ഈ കൂട്ടക്കൊലകളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. അവിടെയും കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും ഒക്കെ തന്നെ കൊന്നു തള്ളുന്ന ഒരു രീതിയാണ് ഈ തീവ്രവാദ സംഘടനകൾ അവിടെയും നടത്തുന്നത്. ഒരു പക്ഷേ നാളെ അമേരിക്ക സുഡാനിലും ഇടപെട്ടുകൂടുന്നില്ല എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഈ ഐസിസ് തീവ്രവാദികൾ എവിടെയൊക്കെ തല പൊക്കുന്നുവോ അവിടെയെല്ലാം തന്നെ എത്തി അവരെ ആക്രമിച്ച് നിശേഷം ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുക. ഐസിസ് തീവ്രവാദ സംഘടനയ്ക്ക് ഇനി പല രാജ്യങ്ങളിലും നിൽക്കക്കളി ഇല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആഫ്രിക്കയൊക്കെ പോലുള്ള വിദൂര ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. അവിടെ വ്യാപകമായ തോതിൽ ഇവർ കൊള്ള നടത്തുകയും ആളുകളെ കൂട്ടക്കൊല നടത്തുകയൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുകയും അങ്ങനെ മറ്റ് രാജ്യങ്ങൾക്ക് തങ്ങൾക്കുള്ള തീവ്രവാദ സംഘടനകൾക്ക് പണം എത്തിക്കാനും മറ്റുമൊക്കെ തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് ഇവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത് ഐസിസ് തീവ്രവാദികൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവരുടെ എല്ലാം തന്നെ അടിവേരറക്കുന്ന കാര്യത്തിൽ ഈ രാജ്യങ്ങൾ വിജയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് അവർ ആഫ്രിക്കയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളൊന്ന് തന്നെയാണ് ഐസിസ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇനിയും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾ ഐസിസ് നേരിടേണ്ടി വരുമെന്നാണ്. അതായത് ഇത് തുടക്കം മാത്രമാണ്, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണം ഇനിയും നടത്തും. അങ്ങനെ ഐസിസ് എന്ന തീവ്രവാദ സംഘടനയെ ആഫ്രിക്കയിൽ നിന്ന് വേരോടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർ പൂർണ്ണമായും ഇല്ലാതാകാൻ കഴിയുള്ളൂ. കാരണം പല രാജ്യങ്ങളിലും നിന്ന് ഐസിസ് സജീവമല്ല, പക്ഷേ അവിടെ എല്ലാം തന്നെ സ്ലീപ്പിംഗ് സെല്ലുകൾ എന്നറിയപ്പെടുന്ന വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില ആളുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സംഘടിതമായ ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അമേരിക്ക നന്നായിട്ട് അറിയാം. പക്ഷേ ആഫ്രിക്കയിൽ ഇവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഈ സംഘടനയെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അമേരിക്ക ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നൈജീരിയയിൽ നടത്തിയിരിക്കുന്നത്.